അക്കൂട്ടരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സുന്നി സംഘടനകൾ ഉണ്ടാക്കിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതുപോലെ ഈ ഭാഗത്താണെങ്കിൽ ദക്ഷിണ തുടങ്ങിയ സംഘടനകളൊക്കെ ഉണ്ടാക്കിയത് ബിദഈ പ്രസ്ഥാനക്കാരെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാം കേരളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വന്നിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് സഹാബത്താണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാമിനെ കൊണ്ടുവന്നതുപോലെ ഇവിടെയും കൊണ്ടുവന്നത്. ആ സഹാബത്ത് കൊണ്ടുവന്ന ദീനാണ് നമ്മുടെ ദീന്. മാ അന അലൈഹി വ അസ്ഹാബി എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ദീനാണ് നമ്മളിവിടെ കൊണ്ടുവന്ന ദീൻ. അത് നൂറ്റാണ്ടുകൾ 14 നൂറ്റാണ്ടോളം ആക്ഷേപമില്ലാതെ ഇവിടെ തുടർന്നു. നമ്മളൊക്കെ അത് കണ്ടതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഉമർ ഫൈസി മുക്കം അദ്ദേഹത്തിൻ്റെ സംസാരമാണ് നിങ്ങൾ കേട്ടത്. സമസ്ത ഉണ്ടാക്കിയത് സത്യത്തിൽ ദീന് പ്രബോധനം ചെയ്യാനൊന്നും അല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. അദ്ദേഹം പറയുന്നത് ഇവിടെയുള്ള ബിദഈ പ്രസ്ഥാനക്കാരെ ആട്ടി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത ഉണ്ടാക്കിയെന്നാണ്. ഈ ബിദഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞത് തന്നെ തെറ്റാണ്. പുത്തൻ ആശയക്കാർ, പുത്തൻ പ്രസ്ഥാനക്കാർ, അത് ആരാണ് സത്യത്തിൽ? സാധാരണ ഇവർ പറഞ്ഞു നടക്കാറുള്ളത് മുജാഹിദുകൾ പുത്തൻവാദികൾ. എന്നാലോ സമസ്ത എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്റെ കാലത്തുള്ളതാണ് വരുത്തി തീർക്കുന്ന രൂപത്തിലാണ് പറച്ചിൽ. സത്യത്തിൽ കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഭ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതിനുശേഷമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇവർ രംഗത്ത് വരുന്നത്. എന്നാൽ ഇത് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് സമസ്ത ഉണ്ടാക്കിയത് ഇവരെ പിരിച്ചുവിടാനാണ്, ഇവരെ ഓടിക്കാനാണ്. അപ്പോൾ ഇവരെ ആദ്യം ഉണ്ടല്ലോ. പക്ഷെ ഇത് ഈറ്റുകൾക്ക് തിരിയില്ല. ഉമർ ഫൈസി മുക്കം സമസ്ത ഇപ്പോൾ ഐക്യപ്പെടണം എന്നും പറഞ്ഞാണ് നടക്കുന്നത്. സമസ്തയിലൊരു പ്രശ്നവുമില്ല, സമസ്ത നമ്മൾ ഐക്യപ്പെടണം എന്നും പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഈ ബിദഈ പ്രസ്ഥാനത്തിന് ആരാണെന്ന് പറഞ്ഞിട്ട് നമ്മളെക്കുറിച്ചാണ് പറയുന്നത്, മുജാഹിദുകളാണെന്ന്. എന്നാൽ ആരാണ് ബിദഅത്തിൻ്റെ ആളുകൾ, പുത്തൻ ആശയക്കാർ എന്നുള്ളത് കൃത്യമാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തന്നെ വ്യക്തമാണ്. എന്നാൽ പുത്തൻ ആശയങ്ങൾ ആരെടുത്താണ്? അദ്ദേഹം പറഞ്ഞു മാ അന അലൈഹി വസഹാബി, ഞാനും എൻ്റെ സഹാബത്തും സ്വീകരിച്ച മാർഗം സ്വീകരിക്കുന്നവരാണ് സമസ്തക്കാരെന്നാണ് പറയുന്നത്. ഇനി ഞാൻ കുറച്ച് ക്ലിപ്പുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിടാണ്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണോ പ്രവാചകനും സഹാബത്തും പഠിപ്പിച്ചത്, അതല്ല ഇത് പിൽക്കാലത്ത് വന്നതാണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ആ വീഡിയോയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. തങ്ങളിപ്പോൾ അവിടെ മക്കാബിൽ ഞാൻ 54 വർഷമായി മക്കാബിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ദീപാരാധന. അതായത് ഞാൻ വട്ടേക്കാട് ജുമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആർ ഒ ബക്കർ. ഞങ്ങൾ എല്ലാ കൊല്ലവും നടത്തി വരാറുള്ള വട്ടേക്കാട് അഷേഖ് ബർദാൻ തങ്ങളുടെ ചന്ദനക്കുട നേർച്ചയാണ് ഈ 2-3 ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷേഖ് ബർദാൻ തങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടത് ഈ വട്ടേക്കാട് വെച്ചിട്ടാണ് മരണപ്പെട്ടത്. ഈ മയ്യത്ത് കൊണ്ടുപോകാൻ പല ആളുകളും ശ്രമിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം, എൻ്റെ അറിവ്. പലരും പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും വട്ടേക്കാട് നിന്ന് ആ മയ്യത്ത് പൊന്തിയില്ല എന്നുള്ള ചരിത്രങ്ങൾ. എന്തൊരു സുന്ദരവാണിത് ദീനിൽ കാട്ടിക്കൂട്ടിയിടും കോപ്രായങ്ങൾ കണ്ടുമടുത്ത് ലോകര്. വാളും പള്ളി മദ്രസയൊന്നും തന്നെ ഇല്ലാഞ്ഞിട്ട് മുസ്ലിയാക്കന്മാർ തൊട്ടില്ലാട്ടാൻ പോകുന്നേ. കൊറോണയും ലോക്ക്ഡൗണും പിന്നെ കണ്ടെയ്ൻമെൻറ് സോണും ഡബിൾ ലോക്കും ട്രിപ്പിൾ ലോക്കും എല്ലാം പേഴ്സ് കാലിയായി. ദഫ് മുട്ടും റാത്തീബും മൗലൂദും ഒന്നും ഇല്ലാതായി. ദേഹം മുഴുവൻ
ഒന്ന് മിനുക്കാൻ വേറെ പരിപാടിയായി കാശുണ്ടാക്കാൻ വേറൊരു വഴിയില്ലേ? മുസ്ലിയാക്കന്മാരെ കുഞ്ഞിൻ പേരിൽ ചൂഷണം ചെയ്യല്ലേ? ഖുർആനിലും ഹദീസിലും ഉള്ളത് ചെയ്യ്, കുതന്ത്രങ്ങൾ വെടിയാൻ നോക്ക്. എന്തൊരു സുന്ദരവാണിത് ദീനിൽ കാട്ടിക്കൂട്ടിയിടും കോപ്രായങ്ങൾ കണ്ടുമടുത്ത് ലോകരെ. വാളും പള്ളി മദ്രസയൊന്നും കണ്ടില്ലേ സഹോദരങ്ങളെ, എത്ര കൃത്യമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഖബർ പൂജ, നേർച്ച പൂരങ്ങൾ. എന്നിട്ട് എന്താ പറയണത്? ആ നേർച്ചയിൽ ഒരു അമുസ്ലിമായ സഹോദരൻ പറയാണ്, ഞാൻ എല്ലാ വർഷവും ദീപാരാധന നടത്തുന്നു. ദീപാരാധന ഇസ്ലാമിലോ? മാ അന അലൈഹി വാ സുഹാബി എന്ന് പറഞ്ഞത് അതാണോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദീപാരാധന പഠിപ്പിച്ചുവോ? എന്താണ് ഉമർ ഫൈസി നിങ്ങൾ പറയുന്നത്? എന്ത് വിവരക്കേടാണ് നിങ്ങൾ പറയുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഖബറുകൾ കെട്ടിപ്പൊക്കുക, അവിടെ ഉറൂസ് നടത്തുക, ഇതൊക്കെ ഷിയാക്കളിൽ നിന്ന് കടമെടുത്തതല്ലേ? ഷിയ വിശ്വാസമാണ് കേരളത്തിലെ സമസ്തക്കുള്ളത് എന്നത് എത്ര വ്യക്തമാണ്. നബിദിനാഘോഷം ഷിയാക്കളിൽ നിന്ന് കടന്നു വന്നതല്ലേ? അങ്ങനെ എന്തെല്ലാം. ഇപ്പോൾ പുതുതായി കുട്ടി ജനിച്ചാൽ പുതിയതായിട്ട് താലോലം മൗലൂദ്, നിങ്ങൾ കേട്ടിരിക്കണോ? താലോലം മൗലൂദ്. ഞാൻ അതും കൂടി നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഇട്ടത് അതിനു വേണ്ടിയിട്ടാണ്. വളരെ എന്തെല്ലാം പുത്തൻ ആചാരങ്ങളാണ് ഇസ്ലാമിൻ്റെ പേരിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ആദർശപരമായും പുത്തൻ ആശയക്കാർ സമസ്തയാണ്. സംഘടനാപരമായും കേരളത്തിൽ ഉണ്ടായ ആദ്യത്തെ പ്രസ്ഥാനം ബിദഈ പ്രസ്ഥാനം എന്ന് പറയുന്ന പുത്തൻ പ്രസ്ഥാനം എന്ന് പറയുന്നത് സമസ്തയാണ്, മുജാഹിദുകളല്ല. മുജാഹിദുകൾ വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അവർ ചെയ്യുന്ന ഏതൊരു കാര്യങ്ങൾക്കും പ്രമാണങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഖുർആനിനും ഹദീസിനും എതിരായ കാര്യങ്ങളാണ് എന്നുള്ളതാണ് വ്യക്തമാക്കി തരുവാനാണ് ഇത്തരത്തിലുള്ള ക്ലിപ്പുകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമർ ഫൈസി മുക്കം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള അത് സമസ്ത ഐക്യപ്പെടണം, എല്ലാവരും ഐക്യപ്പെടണം, നല്ല കാര്യം തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒന്നിച്ച് മുന്നേറേണ്ട സമയമാണ്. എന്നാൽ ഈ പറയുന്ന വ്യക്തി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെക്കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം ആരാണ് എന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹം തന്നെ പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്കുക. സൂഫി സമ്മേളനം എന്ന് പറഞ്ഞൊരു സമ്മേളനം നടത്തി, മോഡിയാണ് നടത്തിയത്. സൂഫി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആത്മീയതയിൽ അത്യുന്നതയിൽ നിൽക്കുന്നവരാണ്. ആത്മീയതയാണ് ഇസ്ലാം. അതിൽ നിന്ന് അത്യുന്നത പദവിയിൽ നിൽക്കുന്നവർക്കാണ് സൂഫികൾ എന്ന് പറയുന്നത്. വളരെ സൂക്ഷ്മ ജീവിതം, ഒരു മോശവുമില്ലാത്ത, ഒരു കളവ് പറയാത്ത, ഒരു വക്രമായൊരു വഴിയിൽ കടക്കാതെ ചിന്തിക്കാത്ത, ഒരു മോശമായൊരു ചിന്ത പോലും ഇല്ലാത്ത ആളുകളാണ് സൂഫികൾ. അവരുടെ സമ്മേളനം നടത്തിയത് മോഡിയാണെന്ന് പറയുമ്പം ആ മോഡിയുടെ സമ്മേളനത്തിൻ്റെ നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാലോ. അതിൽ പങ്കെടുത്തത് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പങ്കെടുത്ത വലിയ ഒരാൾ AP ആണ്, കാന്തപുരാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് ആളുകളുമാണ് പങ്കെടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാ കാലത്തും ഒറ്റുകാരുണ്ടായിട്ടുണ്ട്. ഓരോ സംഘടനക്കും രാജ്യത്തിനും ഒക്കെ ഒറ്റുകാരെന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട തനിക്ക് ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യാം, ഇസ്ലാമിനെ തകർത്താലും വേണ്ടില്ല എന്ന നിലപാടിൽ കൂടെ പോകുന്ന ഒരാളായിട്ട് അദ്ദേഹത്തെ കാണാൻ കഴിയും.